നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂറ്റനാട് വാവന്നൂരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് സഹോദരങ്ങൾക്ക് പരിക്ക്. കൂറ്റനാട് സ്വദേശികളും സഹോദരന്മാരുമായ കുണ്ടുപുള്ളി പുളിക്കലത്ത് വീട്ടിൽ പ്രസാദ്, സന്തോഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വാവന്നൂർ ഗവൺമെന്റ് സ്കൂളിന് മുന്നിൽ തിങ്കളാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. കൂറ്റനാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന ബൈക്ക് എതിർദിശയിൽ വന്ന ഇന്നോവ കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ഇരുവരും സഞ്ചരിച്ച ബൈക്ക് തകർന്നു. പരിക്കേറ്റ രണ്ടുപേരെയും സേവാഭാരതി ആംബുലൻസ് ഡ്രൈവർ അക്ഷയ് കിരണിന്റെ നേതൃത്വത്തിൽ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റോഡരികിൽ നിന്നും അശ്രദ്ധമായി റോഡിലേക്ക് കയറിയ കാറിലേക്ക് ബൈക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ കൂറ്റനാട് സ്വദേശിക്ക് പരിക്ക്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കഴിഞ്ഞ ദിവസം രാവിലെ 9 മണിയോടെ കൂറ്റനാട് സെന്ററിന് സമീപം പട്ടാമ്പി റോഡിലെ KSEB സബ്സ്റ്റേഷന് സമീപത്തായിരുന്നു അപകടം. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാർ അശ്രദ്ധമായി തിരിച്ച് റോഡിലേക്ക് കയറുകയായിരുന്നു. ഇതിനിടെ കാറിലേക്ക് ബൈക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ കൂറ്റനാട് സ്വദേശിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂറ്റനാട് വലിയ പള്ളിക്ക് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്ക്. തിങ്കളാഴ്ച രാത്രി 10:30യോടെയായിരുന്നു അപകടം. ചാലിശ്ശേരി ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാർ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ എതിരെ വരികയായിരുന്ന ബൈക്കിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ബൈക്ക് യാത്രികനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടാമ്പി ഷൊർണൂർ പാതയുടെ നവീകരണ പ്രവൃത്തികൾ പട്ടാമ്പി ടൗണിലേക്ക്. ഇതിനു മുന്നോടിയായി ടൗണിലെ കുടിവെള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. പട്ടാമ്പി നിളാശുപത്രി മുതൽ കുളപ്പുള്ളി IPT കോളേജ് വരെയുള്ള റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള പ്രവൃത്തികളാണ് ഇനി പട്ടാമ്പി ടൗണിൽ നടപ്പാക്കാനുള്ളത്. റോഡ് പണി തുടങ്ങുന്നതിന് മുന്നോടിയായാണ് ടൗണിലെ കുടിവെള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തികൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ ഇതിന്റെ പ്രവൃത്തികൾ ആരംഭിച്ചു. പഴയ പൈപ്പുകൾ മാറ്റി പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികളാണ് ആരംഭിച്ചിരിക്കുന്നത്. മേലെ പട്ടാമ്പിൽ നിന്നും ഇതിന്റെ പ്രവൃത്തികൾ ആരംഭിച്ചു. നിലവിൽ റോഡിന് നടുവിലൂടെയാണ് ഭൂഗർഭ പൈപ്പ് ലൈൻ കടന്നു പോകുന്നത്. പൈപ്പ് ലൈൻ പൊട്ടുമ്പോൾ റോഡ് തകർച്ച പതിവ് സംഭവമാണ്. പൈപ്പ് ലൈൻ പൂർണ്ണമായും മാറ്റിക്കൊണ്ടുള്ള റോഡ് നവീകരണമാണ് ഇപ്പോൾ നടപ്പാക്കുന്നത്. നിലവിലെ പൈപ്പ് ലൈനു പകരം റോഡിന് ഇരുവശത്തുകൂടെ പുതിയ പൈപ്പ് ലൈനാണ് സ്ഥാപിക്കുന്നത്. പൈപ്പ് ലൈൻ സ്ഥാപിക്കുമ്പോൾ പലയിടങ്ങളിലും കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഇതിന് പരിഹാരം കാണുവാൻ നഗരസഭ ബദൽ സംവിധാനങ്ങൾ സ്വീകരിച്ചതായും നഗരസഭ അധികൃതർ അറിയിച്ചു. പൈപ്പ് ലൈൻ മാറ്റൽ പ്രവൃത്തികൾ പൂർത്തിയാകുന്നതോടെ റോഡ് നവീകരണ പ്രവൃത്തികൾ പട്ടാമ്പി ടൗണിലേക്കും കടക്കും. കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചും വൈദ്യുതി പോസ്റ്റുകൾ മാറ്റിയുമുള്ള പ്രവൃത്തികളും ഇനി ടൗണിൽ നടപ്പാക്കാനുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലും തൃത്താല ഞാങ്ങാട്ടിരി മാട്ടായ ഇറക്കത്തിൽ ഭീമൻ മരം റോഡിലേക്ക് വീണു. തിങ്കളാഴ്ച രാത്രി 7:30യോടെ മേഖലയിൽ വീശിയടിച്ച ശക്തമായ കാറ്റിലാണ് മരം റോഡിലേക്ക് വീണത്. വൈദ്യുതി പോസ്റ്റുകളും തകർന്നു. റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മണിക്കൂറുകൾക്ക് ശേഷമാണ് മരം വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പട്ടാമ്പി മേഖലയിലെ വിവിധ ഇടങ്ങളിലുണ്ടായ വാഹന അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. 2 ഇടങ്ങളിൽ നിയന്ത്രണം വിട്ട കാറുകൾ കടകളിലേക്ക് ഇടിച്ചുകയറിയായിരുന്നു അപകടം. പട്ടാമ്പി മേഖലയിലെ പാലക്കാട് ഷൊർണൂർ പാതയിലെ മഞ്ഞളുങ്ങിലും കൊപ്പം പുലാമന്തൂർ പാതയിലെ ആമിയൂരിലുമാണ് കഴിഞ്ഞ ദിവസം നിയന്ത്രണം വിട്ട കാറുകൾ കടയിലേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടായത്. വൈകുന്നേരമായിരുന്നു സംഭവം. മഞ്ഞളുങ്ങൽ ഇറക്കത്തിൽ പട്ടാമ്പി ഭാഗത്തു നിന്നും ഓങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലും 2 സ്കൂട്ടറിലും ഇടിച്ച ശേഷം സമീപത്തെ കോഫി ഷോപ്പിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇവരുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷയും ഒരു സ്കൂട്ടറും തെറിച്ചുപോയി. ഒരു സ്കൂട്ടറിനെ ഇടിച്ചു നിരക്കിയാണ് കടയിലേക്ക് കാർ ഇടിച്ചു കയറിയത്. അപകടത്തിൽ 3 പേർക്ക് പരിക്ക് പറ്റി. ഇവരെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പട്ടാമ്പി പുലാമന്തൂർ പാതയിലെ ആമിയൂരിൽ കാറുകൾ കൂട്ടിയിടിച്ചാണ് നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറിയത്. പട്ടാമ്പി ഭാഗത്തു നിന്നും കൊപ്പം ഭാഗത്തേക്കും കൊപ്പം ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്കും വരികയായിരുന്ന കാറുകളാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഒരു കാർ തലകീഴായി മറിയുകയും ചെയ്തു. മറ്റൊരു കാറാണ് കടയിലേക്ക് ഇടിച്ചു കയറിയത്. ആർക്കും കാര്യമായ പരിക്ക് പറ്റിയില്ല. കുട്ടിയടക്കം നിരവധി യാത്രക്കാർ ഇരു കാറുകളിലുമായി ഉണ്ടായിരുന്നു. പട്ടാമ്പി പാലക്കാട് റോഡിലെ സേവന ആശുപത്രിക്ക് മുന്നിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചായിരുന്നു മറ്റൊരു അപകടം. ടോറസ് ലോറിയും ഡ്രൈവിംഗ് സ്കൂളിന്റെ കാറും മറ്റൊരു കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. ആളപായമില്ല. ഓങ്ങല്ലൂർ ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് വരികയായിരുന്ന ഡ്രൈവിംഗ് സ്കൂളിന്റെ കാറിൽ പിറകിൽ നിന്നും വന്ന ടോറസ് ലോറി ഇടിക്കുകയായിരുന്നു. ഈ സമയം സേവന ആശുപത്രിയിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങുന്ന മറ്റൊരു കാർ നിയന്ത്രണം വിട്ട് ഡ്രൈവിംഗ് സ്കൂളിന്റെ കാറിൽ ഇടിച്ചാണ് അപകടം സംഭവിച്ചത്. തൃത്താല മേഖലയിൽ ഉടനീളം വീശിയടിച്ച കാറ്റിൽ നിലംപൊത്തിയത് കുലച്ച 70 നേന്ത്രവാഴകൾ. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ ചെള്ളിപ്പടിയിലാണ് ഒരു വാഴത്തോട്ടം ഏതാണ്ട് പൂർണ്ണമായും നശിച്ചത്. മാരാത്ത് ചന്ദ്രൻ നായർ പാട്ടത്തിനെടുത്ത് വിളയിച്ച 70ഓളം നേന്ത്രവാഴകളാണ് കാറ്റിൽ നിലംപൊത്തിയത്. സ്വർണ്ണമുഖി ഇനത്തിൽപ്പെട്ട നേന്ത്രവാഴകളാണ് പൂർണ്ണമായും നശിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് മേഖലയിലുടനീളം വേനൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വീശിയത്. 1500 രൂപയോളം വില വരുന്ന കുലകളാണ് പൂർണ്ണമായും നശിച്ചത്. 1 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി ചന്ദ്രൻ നായർ പറഞ്ഞു. കൃഷിവകുപ്പിൽ നിന്നും അർഹമായ നഷ്ടപരിഹാരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ.
പട്ടാമ്പി മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്ന സമഗ്ര മാനസികാരോഗ്യ പദ്ധതിയായ മാനസമിത്രയുടെ ഭാഗമായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കൊപ്പത്ത് വെച്ച് നടന്ന ശില്പശാല വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. പ്രശസ്തരായ മനഃശാസ്ത്ര വിദഗ്ധരുടെ നേതൃത്വത്തിൽ ക്ലാസുകൾ നടന്നു. പട്ടാമ്പി മണ്ഡലത്തിലെ 11 വിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്ന സമഗ്ര മാനസികാരോഗ്യ പദ്ധതിയാണ് മാനസമിത്ര. ഉത്കണ്ഠ, വിഷാദം, ആത്മഹത്യാ പ്രവണത, മനോവൈകല്യങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങളുടെ അതിപ്രസരം കാരണങ്ങളുണ്ടാകുന്ന ഡിജിറ്റൽ അഡിക്ഷൻ തുടങ്ങി ലഹരി അടക്കമുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കുവാൻ ലക്ഷ്യമിട്ടാണ് മാനസമിത്ര പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ സിലബസ് വിശകലനവും അധ്യാപകർക്ക് നൽകുന്ന ക്ലാസുകളുടെ വിശദാംശങ്ങളും വിലയിരുത്തുവാനായാണ് കൊപ്പത്തെ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. കാലിക പ്രസക്തിയുള്ള പദ്ധതിയാണ് മാനസിക മിത്രയെന്നും പദ്ധതിയുടെ മുന്നോട്ട് പോക്കാനാവശ്യമായ എല്ലാ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി ഓൺലൈൻ വഴി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കവേ പറഞ്ഞു. പട്ടാമ്പി മണ്ഡലത്തിൽ പദ്ധതി നടപ്പാക്കുവാൻ 3 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചതായും മന്ത്രി കൂട്ടിച്ചേർത്തു. മാനസിക വൈകല്യങ്ങൾ, ഡിജിറ്റൽ ആസക്തി തുടങ്ങിയ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നതായി MLA നിയമസഭാ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്ന് സ്കോൾ കേരള ജനറൽ കൗൺസിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരികയും ഈ വിഷയം ശാസ്ത്രീയമായി പരിഹരിക്കുന്നതിന് ഒരു സമഗ്ര പദ്ധതി തയ്യാറാക്കാൻ ബഹുമാനപ്പെട്ട MLA ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുവാനും അധ്യാപകരെ പ്രാപ്തരാക്കുവാനുള്ള ലക്ഷ്യത്തോടെ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഒരു ശാസ്ത്രീയ പഠനം നടത്തി. ഇപ്പോൾ കേരളയിലൂടെ മാനസമിത്ര പദ്ധതിക്കായി സർക്കാർ ആദ്യഘട്ടത്തിൽ 3 ലക്ഷം രൂപ അനുവദിച്ചു. പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ 11 സർക്കാർ സെക്കൻഡറി, ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സമഗ്ര മാനസികാരോഗ്യ പദ്ധതിയായ മാനസമിത്രയുടെ ക്ലാസുകൾ സ്വീകരിക്കുവാൻ കഴിയും. മുഹമ്മദ് മോഹസിൻ MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും തികച്ചും ശാസ്ത്രീയവും സമകാലീനവുമായ ക്ലാസുകൾ ലഭ്യമാകുന്ന സമഗ്ര മാനസികാരോഗ്യ പദ്ധതിയാണ് മാനസമിത്രയെന്ന് മുഹമ്മദ് മോഹസിൻ MLA സൂചിപ്പിച്ചു. ഇത് അധ്യാപകരുടെ മാനസികാരോഗ്യവും അധ്യാപകർക്ക് ഏറ്റവും മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയറമെന്റ് നമുക്ക് ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള സംവിധാനം നമുക്ക് ഒരുക്കിയിട്ട് മുന്നോട്ട് പോകണം. നമ്മുടെ വിദ്യാലയങ്ങൾ വളരെ വളരെ സംഘർഷത്തിന്റെ ഒരു സാഹചര്യത്തിലേക്ക് പോകരുത്. പലപ്പോഴും കലോത്സവങ്ങൾ അടക്കമുള്ളത് പണ്ടൊക്കെ അടിപിടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഉള്ളതിന് കുറച്ച് മാറ്റമുണ്ട്. പല പല വിഷയങ്ങളുണ്ടാകുമ്പോൾ ഒരു തല്ല്, ഒരു രക്തം കണ്ടു കഴിഞ്ഞാൽ പേടിച്ചിരുന്നൊരു കാലം ഞാനൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. അടിയൊക്കെ കൂടും, നല്ലൊരു രക്തം കണ്ടാൽ പേടിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഒരു കുട്ടിയെ നമ്മൾ അടുത്ത് തന്നെ കണ്ടു, ഒരു അടിയടിച്ചു, പിന്നീട് നിരന്തരമായി രക്തം വന്നാലും അടിച്ച് കൊല്ലുക എന്നുള്ള തരത്തിലേക്ക് പോകുന്നത് ഡ്രഗ് അബ്യൂസ് അടക്കമുള്ള മറ്റു പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ക്ലാസ് മുറികൾ വരാനിരിക്കുന്ന ഏറ്റവും അപകടത്തിന്റെ കേന്ദ്രങ്ങളായി മാറും. അത് മാറാതിരിക്കാൻ ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് നമ്മുടെ വരാനിരിക്കുന്ന തലമുറ വളരെ ഹെൽത്തി ആയിട്ടുള്ള തലമുറയാക്കി നമുക്ക് മാറ്റുക എന്ന ഏറ്റവും വലിയ ഉദ്ദേശമാണുള്ളത്. 2 സെക്ഷനുകളായാണ് പദ്ധതി നടപ്പിലാക്കുക. ഇതിന്റെ ഭാഗമായി മെയ് മാസത്തിൽ അധ്യാപകർക്ക് പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിക്കും. ഇതിനുശേഷമാണ് മണ്ഡലത്തിലെ 11 വിദ്യാലയങ്ങളിൽ ഈ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുക. ശ്രദ്ധാ കൺവീനർ KP ആഷിഖ് പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ T ഉണ്ണികൃഷ്ണൻ, ബേബി ഗിരിജ, പാലക്കാട് ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ശശിധരൻ, EOമാരായ ബാബുരാജ്, VT ബിന്ദു, പാലക്കാട് DPC ജയപ്രകാശ്, VP മനോജ്, K വേണു, T ഗിരി, ഡോക്ടർ ഹംസ പറമ്പിൽ, ഡോക്ടർ ജിഷ്ണു ജനാർദ്ദനൻ, ഡോക്ടർ MM മഹേഷ്, ഡോക്ടർ നൈസ് മേരി, സോനു S ദേവ്, സ്കോൾ കേരള ഡയറക്ടർ അഞ്ജന, പ്രോഗ്രാം കോർഡിനേറ്റർ M മുഹമ്മദ് റഫീഖ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.